നമസ്കാരം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ അതിശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 24 മണിക്കൂറിൽ 204.4 മില്ലിമീറ്ററിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ ഇന്ന് 8 ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് അതീവ ജാഗ്രതാ നിർദ്ദേശമായ റെഡ് അലർട്ട് നിലവിലുള്ളത്. വടക്കൻ മലബാറിലും മധ്യ കേരളത്തിലും തുടർച്ചയായി പെയ്യുന്ന മഴ ജനജീവിതത്തെ സാരമായി ബാധിച്ചിരിക്കുകയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ള 8 ജില്ലകളിലും അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ജില്ലാ ഭരണകൂടങ്ങളും ദുരന്ത നിവാരണ സേനകളും കടുത്ത ജാഗ്രതയിലാണ്. റെഡ് അലർട്ടിന് പുറമെ ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നിലവിൽ വന്നു. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും നദികളിൽ ജലനിരപ്പ് അപകടകരമായ രീതിയിൽ ഉയരാനും സാധ്യതയേറെയാണ്. നാളെയും സംസ്ഥാനത്ത് മഴ ശക്തമായി തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴയുടെ വ്യാപ്തി കുറയുന്നില്ല എന്നത് ആശ്വാസ നടപടികൾക്ക് കടുത്ത വെല്ലുവിളിയാകുന്നു. ഓഗസ്റ്റ് 6-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും ബാക്കി 10 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കും. വരും ദിവസങ്ങളിൽ മഴ തെക്കൻ മധ്യ കേരള ജില്ലകളിൽ കേന്ദ്രീകരിക്കാനുള്ള സാധ്യതയും അധികൃതർ തള്ളിക്കളയുന്നില്ല. തുടർന്ന് ഓഗസ്റ്റ് 7-ന് സംസ്ഥാനത്തെ മുഴുവൻ 14 ജില്ലകളിലും ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 8-ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതിശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിലും നദിക്കരകളിലും താമസിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മലയോര മേഖലകളിലേക്കുള്ള രാത്രികാല യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കാനും ജില്ലാ ഭരണകൂടങ്ങൾ ഉത്തരവിട്ടിട്ടുണ്ട്. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്ക സാധ്യതയുള്ള മേഖലകളിൽ ഉള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. ക്യാമ്പുകളിലേക്ക് മാറാൻ നിർദ്ദേശം ലഭിക്കുന്നവർ അതിനോട് പൂർണ്ണമായി സഹകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അഭ്യർത്ഥിച്ചു. പുഴകളിലും അരുവികളിലും ജലനിരപ്പ് അതിവേഗം ഉയരുന്നതിനാൽ നദികളിൽ ഇറങ്ങുന്നതും മീൻ പിടിക്കാൻ പോകുന്നതും പൂർണ്ണമായും തന്നെ നിരോധിച്ചിട്ടുണ്ട്. അപകട മേഖലകളിൽ വിനോദസഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്താനും തദ്ദേശ സ്ഥാപനങ്ങൾക്കും പോലീസിനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ താലൂക്ക് തലങ്ങളിൽ കൺട്രോൾ റൂമുകളും സജ്ജമാക്കിയിട്ടുണ്ട്. വെള്ളക്കെട്ടും മണ്ണിടിച്ചിൽ ഭീഷണിയുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ടെത്താൻ റവന്യൂ അധികൃതർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ മഴ തുടരുമെന്ന മുന്നറിയിപ്പുകൾക്കിടയിൽ നാടെങ്ങും വലിയ നാശനഷ്ടങ്ങളും ഭീതിയും പടരുകയാണ്. മഴക്കെടുതി അതിരൂക്ഷമായ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ സുരക്ഷ പൂർണ്ണമായി ഉറപ്പാക്കുന്നതിനായി സംസ്ഥാനത്തെ 10 ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, പാലക്കാട്, കോഴിക്കോട്, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് കളക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചത്.